മീൻസ് ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെയെന്ന് അറിയാം കേട്ടോ. എന്തൊക്കെ കറികളാണെന്നേ. മീൻസ് എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കുക്കിംഗ് വിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇന്ന് ഇത്രയും കറികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിയലുണ്ടാക്കി, ബീൻസ് മെഴുക്ക് വരട്ടി, പിന്നെ ഇത് മുരിങ്ങയില പൂവിൻ്റെ തോരൻ. പിന്നെ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ പോകുന്ന കറി പ്രത്യേകിച്ച് നമ്മുടെ കത്തിരിക്ക വറുത്തിട്ട് തൈരിലിട്ട് വെക്കുന്ന കറി. അപ്പം ഈ കറി എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതും ചോറിൻ്റെ കൂടെ ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു നല്ല കറിയാണ് കേട്ടോ. അപ്പം എനിക്ക് ചെറിയ കത്തിരിക്കയാണ് കിട്ടിയിരിക്കുന്നത്. ആ ചെറിയ കത്തിരിക്ക ഇട്ടാണ് ഞാൻ വെക്കുന്നത്. നിങ്ങൾക്ക് വലിയ കത്തിരിക്ക ഉണ്ടെങ്കിൽ വലിയ കത്തിരിക്കയായിട്ട് വെക്കാം. അപ്പോൾ ഈ കറി എങ്ങനെയാണ് വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ കത്തിരിക്കയും തൈര് കറി, അതായത് ദോഹി ബൈഗൻ കറി കേട്ടോ. എങ്ങനെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെയെന്ന് അറിയാം കേട്ടോ. എന്തൊക്കെ കറികളാണെന്നേ. അപ്പോൾ ഒരുപാട് കഷ്ണമൊന്നുമില്ല. ഒരു ചെറിയ കത്തിരിക്കയും ഇച്ചിരി മത്തങ്ങയും മുരിങ്ങക്കായും, മുരിങ്ങക്ക ഇവിടെ ഉണ്ട് കേട്ടോ, ബീൻസും, പിന്നെ ഒരു ചെറിയ പീസ് മത്തങ്ങയും, ചെറിയ ക്യാരറ്റ്, കായും, ചേനയും, പിന്നെ അതേ മുരിങ്ങക്കയും, ഒരു ടൊമാറ്റോ ഇട്ട ഒരു അവിയൽ, ഇച്ചിരി തൈര് ഒഴിച്ച ഒരു അവിയലുണ്ടാക്കും. ബീൻസ് നമ്മുടെ ഒലത്തെന്നാണ് പറയണത്, മെഴുക്ക് വരട്ടിയോ എന്തോ നിങ്ങളുടെ ഭാഷയിൽ. അപ്പോൾ ബീൻസ് ഇതേ ഞാൻ കഴുകി അരിഞ്ഞ് എല്ലാം മുറിച്ച് വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മുരിങ്ങയിലയുടെ പൂവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടിയ ഇത്രയാണ്. അപ്പോൾ അതിൻ്റെ ചീത്തയൊക്കെ കളഞ്ഞ് അരിച്ച് ഇത് വച്ചിട്ടുണ്ട് ഒന്ന് തോരൻ വെക്കാൻ. പിന്നെ ഞാൻ വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ കത്തിരിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ, വഴുതലങ്ങ. അപ്പോൾ ഈ ചെറിയ വഴുതലങ്ങ ഉണ്ട്, നമുക്ക് തൈരുണ്ട്. അപ്പോൾ തൈരിട്ട് ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഞാൻ തന്നെ വഴുതലങ്ങ ഇട്ട് എങ്ങനെ ഈ കറി ഉണ്ടാക്കാമെന്ന് ഞാൻ ആദ്യം കാണിച്ചുതരാം. സിമ്പിളായിട്ടുള്ള കറിയാണ്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ പലരും പല വിധത്തിലുണ്ടാക്കും. ഈ ഇച്ചിരി വലിയ വഴുതലങ്ങ ആയിരുന്നാലും അതിലും ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ എനിക്ക് ഈ ചെറിയ വഴുതലങ്ങ ഇട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ വഴുതലങ്ങ ഒന്ന് മുറിക്കണം. മുറിച്ച് കാണിച്ചു തരാം. നമുക്ക് ഇത്തിരി വലിയ വഴുതലങ്ങയാണെങ്കിൽ വട്ടത്തിലരിയാം കേട്ടോ. അപ്പം ഞാനിത് ചെറിയ വഴുതലങ്ങ ആയതുകൊണ്ട് ഇത് രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട്, ഇത് രണ്ടായിട്ട് മുറിച്ചിട്ട് ഈ രീതിയിൽ എടുക്കണം കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് എടുക്കുന്നത്. മുറിച്ച് കാണിച്ചു തരാം. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അതൊന്ന് പുരട്ടി വെക്കുന്നു കേട്ടോ. പുരട്ടിയിട്ട് നമുക്കിത് വറുത്തെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് ഒരു ചെറിയ കത്തിരിക്ക രണ്ടായിട്ടെടുത്ത് ഈ ഒരു 2 ഭാഗമായിട്ട് എടുത്തിട്ട് ഞാനിത് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് വറുക്കാൻ പോകുന്നതാണേ. വറുക്കാൻ പറ്റിയ ചീനച്ചട്ടി, എണ്ണ ഒഴിച്ച് വറുക്കാൻ പറ്റിയ എൻ്റെ ഒരു ചീനച്ചട്ടി എന്ന് പറയാൻ പറ്റില്ല, ഇതാണ് നല്ലത് കേട്ടോ. ഇതിൽ ഈ കൂടുതൽ എണ്ണ ഒഴിച്ച് വറുക്കുന്നതിന് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അവിടെ ചീനിച്ചട്ടി ഇരുന്ന് നല്ലവണ്ണം ചൂടാകട്ടെ. അപ്പോൾ ആ തൈരിൽ ഞാനിത് ഇങ്ങനെ തൈര് നല്ലവണ്ണം വന്ന് തൈരുണ്ടല്ലോ നല്ലവണ്ണം ഒന്ന് കടഞ്ഞെടുക്കണം. ഇങ്ങനെ ഒന്ന് ഇളക്കണം കേട്ടോ. ഇളക്കിയിട്ട് ചിലവരുണ്ടല്ലോ ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഞാനിത് ഒഴിക്കൂല, ഈ പാത്രത്തിലേക്ക് തന്നെ കാണിച്ചതും കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതിൽ എണ്ണ ഒഴിച്ചു, ചൂടായി കേട്ടോ. ചൂടായിട്ട് നമ്മൾ ഈ ബൈഗൻ എടുത്ത് ഇട്ട് കൊടുക്കുന്നു, അതായത് നമ്മുടെ കത്തിരിക്ക ഇട്ട് കൊടുക്കുന്നു. അധികം മൂപ്പിക്കരുത് കേട്ടോ, ഒരു വിധം മൂപ്പിച്ച് ഇന്നെടുക്കുക. നല്ല കറിയാണ് കേട്ടോ. നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ പറ്റിയ കറിയാണ്. ഈ ഒരു കറി മതി നമുക്ക് കഴിക്കാൻ. പിന്നെ ശനിയാഴ്ചയല്ലേ, എല്ലാവരും വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതന്നെ വറുത്ത് എടുക്കണം. ഇടയ്ക്ക് നമ്മൾ തൈര് നല്ലവണ്ണം ഒന്ന് കടഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി ഉപ്പും കൂടെ ഇടുന്നു. നമ്മൾ ബൈഗണിൽ, അതായത് കത്തിരിക്കയിൽ ഉപ്പ് ഇട്ടതാണ് കേട്ടോ, എന്നാലും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇളക്കുന്നു.
ചിലവരുണ്ടല്ലോ വേറെ ഇത് പലരും പല രീതിയിൽ വെക്കാറുണ്ട് കേട്ടോ. ചിലവർ വെള്ള കളറിൽ വെക്കാറുണ്ട്, ചിലവർ ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇടാറുണ്ട്, ജീരകമൊക്കെ ഇടാറുണ്ട്. അതെന്താ മേക്കപ്പായിട്ട് എടുത്തിട്ട് കറി വെക്കാറുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ എല്ലാ വിധത്തിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഈ വിധത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ചൂടൊക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ചൂടൊക്കെ തുടങ്ങിയപ്പോഴേ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, തൈരൊക്കെ കൂട്ടി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അവിയലിൽ ഞാനിന്ന് ചട്ടി ഒന്നും എടുത്തില്ല, ചട്ടി മുകളിലാണ് കേട്ടോ. അപ്പോൾ ചട്ടി എടുത്ത് വരുമ്പോൾ കുറേ നേരം പിടിക്കുക. അപ്പോൾ ഞാൻ അവിയലിനുള്ളത് ഞാനിത് അടുപ്പത്തേക്ക് വെച്ചു, അടച്ച് വെക്കുന്നു. ഇതൊന്ന് തിളച്ച്, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അതിലുള്ള വെള്ളം ഒരു ഇച്ചിരി വെള്ളമേ ഉള്ളൂ. കറിവേപ്പിലയൊക്കെ ഇട്ട് ഞാനത് അടച്ച് വെച്ചേക്കുന്നു. ഒരു ടൊമാറ്റോ ഇട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ ടൊമാറ്റോ ഇടാറുണ്ട്, തൈര് ഇടാറുണ്ട്. ചിലവർ ടൊമാറ്റോ ഇടാറില്ല, തൈര് ഇടാറില്ല. ചിലവർ ടൊമാറ്റോ മാത്രമേ ഇടാറുള്ളൂ. അത് പലരും പല വിധത്തിൽ അവരോരോ ഇഷ്ടത്തിന് കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെച്ചൊന്ന് തിളക്കിട്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ കത്തിരിക്ക നോക്കണം. അതേ വഴുതലങ്ങ ഇങ്ങനെ ഒന്ന് വറുത്തെടുത്തു കേട്ടോ. ഇനി ഇച്ചിരിയും കൂടെ ഉണ്ട്, അപ്പോൾ അതും കൂടെ വറുത്തെടുത്ത് പെട്ടെന്നാകാനുള്ള കറിയാണ് കേട്ടോ. പിന്നെ ഒന്ന് താളിച്ചിടുക. ചിലവർ ചീനച്ചട്ടിയിൽ വെച്ച് തന്നെ താളിച്ചിടുക കേട്ടോ. വെള്ള കളറിൽ ചിലവർ മുളക് പൊടിയൊന്നും ഇടില്ല. ഞാനൊരു ഇച്ചിരി മുളക് പൊടി ജീരകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പെട്ടെന്നാവുന്നുള്ള കറിയുമാണ്, നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യുക കേട്ടോ. കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കരുതേ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അവിയലിനുള്ളതൊക്കെ ഒന്ന് ഇട്ടിട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബൈഗൺ ശരിയായിട്ട് വന്നു, നമ്മുടെ കത്തിരിക്ക ശരിയായിട്ട് വന്നു. നമ്മൾ ആ തൈരിലേക്ക് ഇടുന്നു കേട്ടോ, ഓരോന്നോരോന്ന് ഇട്ടിട്ട്. ഇത്രയും ഫ്രൈ ചെയ്തെടുക്കാതെ ഇരുന്നാലും നല്ലതാണ് കേട്ടോ. ഞാൻ ഇത്തിരി ഫ്രൈ ചെയ്തെടുത്തന്നേ ഉള്ളൂ. ഇതങ്ങോട്ട് ഇടുക. നമ്മൾ വലിയ കത്തിരിക്കയാണ് കിട്ടണമെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോന്ന് ഇടട്ടെ. അപ്പം നമ്മുടെ കത്തിരിക്കയൊക്കെ അതിലേക്ക് ഇട്ട് കേട്ടോ. ഇങ്ങനെ ഇടുന്നതാണ് എനിക്ക് ഒന്നും കൂടെ ഇഷ്ടം കേട്ടോ. അത് ചീനച്ചട്ടിയിൽ ഇടുമ്പോൾ തൈരൊക്കെ ഒരു പിരിപിരാന്നൊക്കെ ആവില്ല ആ ചൂട് കൊണ്ടിട്ട്. ഞാൻ കുറച്ച് എണ്ണ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു. എന്നിട്ടൊന്ന് ചൂടാക്കട്ടെ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും എന്തൊക്കെ ഇടുന്നെന്ന് കാണിച്ചു തരാം. നമ്മൾ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ വെച്ചു. ബൈഗണൊക്കെ ഇതിലേക്ക് ഇട്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചീനച്ചട്ടിയിലേക്ക് നമ്മൾ തൈര് ഇടുമ്പോഴേ അത് ആ ചീനച്ചട്ടിയിലെ ചൂട് കൊണ്ടിട്ട് ഒരു പിരിവിടാന്നൊക്കെ വരാം. അപ്പോൾ അങ്ങനെ ചിലവർ ഇടാറുണ്ട്, പക്ഷേ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെയും ഞാൻ വെക്കാറുണ്ട്. ചീനച്ചട്ടിയിലേക്കും ഈ ബൈഗണ തൈര് ഇട്ട് വെക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ തൈര് അങ്ങനെ തന്നെ ഇരുന്നോളും. ആ പിരിവിരാന്നൊന്നും ആവത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് വച്ച് നോക്കണേ. പെട്ടെന്ന് ഇച്ചിരി തൈര് ഒരു കത്തിരിക്ക ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ വീടുകളിൽ കത്തിരിക്ക ഉണ്ടല്ലോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ്. നമ്മൾ ഉണ്ട കത്തിരിക്ക ഉണ്ടെങ്കിൽ, ഇച്ചിരി വലിയ കത്തിരിക്ക ഉണ്ടെങ്കിൽ വട്ടത്തിലരിഞ്ഞ് ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട്, അല്ല മഞ്ഞൾപ്പൊടി ഇടാത്തവർക്ക് ഉപ്പ് ഇട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒരു സ്റ്റൗവിൽ അവിയൽ കിടന്ന് വേകുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് 2-3 കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എണ്ണ തിളക്കട്ടെ. ഞാൻ ആ വറുത്ത എണ്ണ തന്നെ ഇച്ചിരി അരിച്ചെടുത്തു കേട്ടോ. കാരണം അത് കളയണ്ടല്ലോ, എണ്ണ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ ചൂടായതിനു ശേഷം ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി ജീരകം, കടുക് പൊട്ടിയതിന് ശേഷം ഇച്ചിരി ജീരകം ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിയതിന് ശേഷം ഇച്ചിരി ജീരകം, അപ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. ഇച്ചിരി ജീരകം ഇട്ട് കൊടുക്കണം. ആ ജീരകം ഒരു ടേസ്റ്റാണ് കേട്ടോ. ജീരകം ഇട്ടതിന് ശേഷം നമ്മൾ കൊല്ലമുളക് ഇട്ട് കൊടുക്കുന്നു. കൊല്ലമുളക് ഇട്ടെന്ന് ഞാൻ ആ കയ്യിൽ ഞങ്ങൾക്ക് എടുത്തു കേട്ടോ. വേറൊരു കയ്യിൽ അതിലേക്ക് മുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, വേറൊരു ചമച്ച് ആ കയ്യിലേക്ക് മുക്കണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ചമച്ചിൽ ഒന്ന് വയ്ക്കുന്നതെന്നല്ല. നമ്മുടെ ആ കടുകും ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. അത് എണ്ണപ്പത്തി ഞാൻ വളരെ കുറച്ച് വച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. അതൊരു ടേസ്റ്റ് കേട്ടോ. 1 ടീസ്പൂൺ. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി കായം വേണമെന്നുള്ളവർക്കിടാം, ഇല്ലാത്തവർക്ക് ഒരു പിഞ്ച് കായം കേട്ടോ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ആ തൈരിലേക്ക് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക്
ദീപക്ക് കുറച്ച് പിഞ്ച് ഇപ്പം ഈ കറിവേപ്പില വരുന്ന ടൈമാണല്ലോ, അപ്പോൾ ഇച്ചിരി പിഞ്ച് കറിവേപ്പില കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു ചെറിയ ടീസ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ പാകത്തിനുള്ള ഉപ്പും. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് വച്ച് നോക്കണേ വീട്ടിൽ. ചെറിയ ടീസ്പൂൺ കൊണ്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ എടുത്ത് നമ്മൾ ഇളക്കുമ്പോൾ നല്ല ചുവന്ന കളറൊക്കെ വരും, ആ തൈരിനൊരു കളറൊക്കെ വരും. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ എടുത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, പാകത്തിനുള്ള ഉപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ തൈര് കത്തിരിക്ക കറി എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇനി ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. പക്ഷെ ഞാനിങ്ങനെ ഒഴിച്ചത് നല്ല ടേസ്റ്റാണ് കേട്ടോ, ചോറിൻ്റെ കൂടെ കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അടുത്ത കറി നോക്കാം നമുക്ക്. ഇപ്പൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്, അടിപൊളി. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു, അടച്ചു വെക്കാം നമുക്ക്. പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഇത് പൂവ് ഇച്ചിരി വാടിയതൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ അങ്ങനെയല്ലേ കിട്ടുള്ളൂ. പക്ഷേ കൊതി കൊണ്ട് മേടിക്കുന്ന ഈ മാസത്തിൽ, ഇവിടുത്തെ ഫാൽഗുൻ മാസമാണ് കേട്ടോ. ഈ മാസത്തിൽ ഈ നമ്മുടെ പൂവ്, മുരിങ്ങയില പൂവ്, മുരിങ്ങ ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഈ മാസം കൂടുതൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അടുത്ത മാസം തൊട്ട് കിട്ടൂലേ. ഫാൽഗുൻ മാസം കഴിഞ്ഞാൽ ഇവരുടെ ശ്രാവൺ മാസം വരുന്നതാണ്, കിട്ടത്തില്ല. അപ്പോൾ ഞാനിത് കിട്ടിയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നു എൻ്റെ ഹസ്ബൻഡ്. നമുക്ക് കൊതി, നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഫ്രഷ് സാധനം കിട്ടും. അപ്പോൾ ഞാൻ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തോരൻ വെക്കാൻ പോകുന്നു. ഇതേ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനൊന്ന് താളിച്ച്, ഞാനിങ്ങനെ തോരൻ വെക്കുന്നത് കേട്ടോ. ആ തേങ്ങയുടെ ഒരു പച്ചിപ്പ് പോകണം എനിക്ക്. അപ്പോൾ അത് കാരണം ഞാനൊന്ന് തേങ്ങയിൽ നമ്മൾ ഉപ്പിട്ടുണ്ട്, പൂവിൽ കുറച്ച് ഉപ്പിടുള്ളൂ കേട്ടോ. എന്നിട്ട് പൂവിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അടച്ചിട്ട് നമുക്കതവിടെ ഇരുന്ന് ആവിയിൽ വേകട്ടെ. അപ്പോൾ നമ്മുടെ അവിയലായി. അവിയൽ ഞാൻ ഇച്ചിരി തൈര് കൂടുതൽ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഇത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും 2-3 കറിവേപ്പില ഇട്ട് അങ്ങോട്ട് അടച്ച് വെച്ചിട്ട്, കറിവേപ്പില ഇപ്പോൾ കിളുന്ത് വരുന്ന ടൈമാണ്. അപ്പോൾ എനിക്ക് ദീപക്ക് കുറച്ച് കൊണ്ടുവന്നു കേട്ടോ. ഒന്ന് അടച്ച് വെച്ചേക്കാം. ഇപ്പം ഞാൻ തൈര് ഇച്ചിരി കൂടുതലിട്ടുകൊണ്ടാണ് ഈ കുഴ ഇരിക്കുന്നത്. എനിക്ക് അങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ, തൈര് ഇത്തിരി കൂടുതലെടുത്ത്. അപ്പോൾ നമ്മുടെ അവിയലായി അവിടെ ഇരിക്കട്ടെ. അടച്ച് നമ്മുടെ മുരിങ്ങപ്പൂ തോരനായി. ചിലവർ മുട്ടയൊക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ശനിയാഴ്ചയാണ്, മുട്ടയും മീനൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ടോ തോരനായി. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് വെക്കട്ടെ. അപ്പോൾ ഇത് മുരിങ്ങയില തോരനായി. അപ്പോൾ ഇത് അടച്ച് വെക്കട്ടെ. അടച്ച് വെച്ചിട്ട് അത് നമ്മൾ ബീൻസ് അടുപ്പത്താണ് കേട്ടോ, അത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പുരണ്ട് ഇരിക്കുന്ന ഒരു കറിവേപ്പിലയാണ് എന്ന്. കാരണം കൊഴിഞ്ഞു പോയിട്ട് വരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കിളിന്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ദീപക്കാണ് കുറച്ച് കറിവേപ്പില കൊണ്ടുവരുന്നത്. ദീപക്കിൻ്റെ അവിടെ ഇല്ല, അതൊരു ചെറിയ മരമാണ് കേട്ടോ അവൻ്റെ അവിടെ. അതും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇന്നലെ എനിക്ക് ഇച്ചിരി കറിവേപ്പില തീർന്നപ്പോൾ ദീപക്ക് കൊണ്ടുവന്നു. നല്ല കിളിന്ത് നല്ല ഇലയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓരോ തണ്ട് എടുത്തിട്ട് ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിലേക്ക് വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. മാർക്കറ്റിൽ നിന്ന് ഇനിയിപ്പോൾ നല്ല ഇലകളൊക്കെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ ഫാൽഗുൻ മാസം, ഇവരുടെ ബംഗാളി പറയും ഫാൽഗുൻ മാസം. നമ്മുടെ ഈ മാസം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഇല കൊഴിഞ്ഞിട്ട് ഈ ആര്യവേപ്പിലയുടെ കൊച്ചി അതായത് കിളിന്ത ഇല, ഇതുപോലെ കറിവേപ്പിലയുടെ ആര്യവേപ്പിലയുടെയൊക്കെ ഇല വരുന്ന സമയമാണ് കേട്ടോ, ഈ മാസമാണ്. അപ്പോൾ അവൻ എനിക്ക് കുറച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഇത് എടുത്ത് ഒരു പാത്രത്തിലാക്കി വെക്കണം. ഇന്നലെ രാത്രിയാണ് കൊണ്ടുവന്നു കേട്ടോ. ഇപ്പോൾ കറികളിലൊക്കെ ഇന്നലെ രാത്രി തൊട്ട് ഇടാൻ തുടങ്ങി. അപ്പോൾ കറിവേപ്പില കണ്ടാൽ എനിക്ക് പിന്നെ പരവേശമാണ് കേട്ടോ ഫ്രണ്ട്സ്, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഭയങ്കര പരവേശം. എല്ലാത്തിലും കറിവേപ്പില ഇടും, കുറേ ഇടും. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് പറയും ചപ്പ് ചവറ് പോലെ ഇടല്ലേ കറിവേപ്പില എന്ന് പറയും, കുറച്ചിടുന്നു. പക്ഷേ എനിക്ക് ആ കറിവേപ്പിലയുടെ സ്മെല്ലും, കറിവേപ്പില കൊളസ്ട്രോളൊക്കെ മാറിക്കിട്ടാൻ നല്ല സാധനമല്ലേ. അപ്പം കുറച്ച് കൂടുതൽ ഇടുന്നതൊക്കെ നല്ലതാണ് അല്ലേ ഫ്രണ്ട്സ്, അല്ലേ, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ കാണാത്തതൊക്കെ പെട്ടെന്ന് ഇതുപോലെയൊക്കെ പെട്ടെന്ന് നല്ല ഇലയൊക്കെ കാണുമ്പോൾ ഞാൻ കുറച്ച് കൂടുതലൊക്കെ ഇട്ടെന്നിരിക്കും കേട്ടോ. നമ്മുടെ ബാക്കിൽ ഒരു കറി തൈ നട്ടിട്ടുണ്ട്. പക്ഷെ അതങ്ങോട്ട് വളർന്ന് വരാൻ ഭയങ്കര പ്രയാസമാണ്. മുകളിൽ വെച്ചത് കരിയും പിന്നെയും വരും, കരിയും പിന്നെയും വരും, എത്ര വെള്ളം ഒഴിച്ചിരുന്നാലും കേട്ടോ. മുട്ടത്തോടൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഇട്ടാലും അങ്ങനെ. ബാക്കിൽ നിൽക്കുന്നത് ഞാനെന്ന് പറഞ്ഞാൽ ഭൂമി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മണ്ണ് കൂട്ടിയിട്ട് ഞാൻ മുകളിൽ നിന്ന് ഈ
കാലിയായ കാലിയായ ഇതുണ്ടല്ലോ, ചെടിച്ചട്ടി, അതിലുള്ള മണ്ണെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് ആ മണ്ണിലാണ് നട്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് കുറച്ച് വരുന്നുണ്ട്, ഒരു ദിവസം കാണിച്ചു തരാം. പിന്നെ ഇപ്പുറത്തേക്ക് സിമൻ്റൊക്കെ വീണ് അത് കുറച്ച് ഇതായിപ്പോൾ, എന്നാലും വെള്ളം ഒഴിക്കുമ്പോൾ വരുന്നുണ്ട്, ഒരുപാടങ്ങ് വരുന്നില്ല. അപ്പോൾ ഇതുപോലെ പുറത്തുനിന്നൊക്കെയാണ് മേടിക്കുന്നത്. നമ്മുടെ ബീൻസ് ഉലക്കലുമായി കേട്ടോ, ബീൻസ് മെഴുക്ക് വരട്ടി. ഇത് കണ്ടോ, ബീൻസ് മെഴുക്ക് വരട്ടി. അപ്പോൾ ഇന്ന് എന്തൊക്കെ വെച്ചെന്നറിയാമോ? ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ കുക്കിംഗ് വീഡിയോ എന്നും പറഞ്ഞാൽ ആരും ലൈക്ക് സപ്പോർട്ടൊന്നും ചെയ്യാതിരിക്കരുത്, ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇന്ന് മെയിൻ നമ്മുടെ ഹൈലൈറ്റ് കറി എന്ന് പറഞ്ഞാൽ തൈരും കത്തിരിക്ക വറുത്തിട്ട് തൈരിലിട്ട് വെച്ച കറി, അതായത് ബൈഗൻ തൊയി കറി, കത്തിരിക്ക തൈര് കറി. കത്തിരിക്ക തൈരെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ അരച്ചിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ. അവിയൽ ഇതേ ഇട്ടിട്ടുണ്ട്. ബീൻസ് മെഴുക്ക് വരട്ടി, ചിലവർ ബീൻസ് ഉലത്തെന്ന് പറയുന്ന, അപ്പം അതങ്ങനെ. പിന്നെ നമ്മുടെ സജന ഫൂളിൻ്റെ, അതായത് മുരിങ്ങയുടെ പൂവിൻ്റെ തോരൻ, ചിലവർ മുട്ടക്കറി. ഇപ്പോൾ എൻ്റെ ഭാഗത്തിലുള്ള കറികളൊക്കെ, അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു ചെറിയ നമ്മുടെ ഇന്നത്തെ അടുക്കള വിശേഷങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നും അവൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതല്ലേ. അപ്പോൾ നമ്മുടെ എൻ്റെ വിഭവങ്ങളും എൻ്റെ ഈ കറികളൊക്കെ ഇഷ്ടപ്പെട്ട്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് ചെയ്യുക. എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ മറുപടി എന്നുള്ളതും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട്, മോൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്ക് ബായ്.